ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും ഉദ്യോഗസ്ഥരെ ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കാൻ ഉത്തരവ്. 66 ഉദ്യോഗസ്ഥരെയാണ് ആദ്യഘട്ടമായി മാറ്റി നിയമിച്ചിരിക്കുന്നത്. പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കാതെ വീണ്ടും IR ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കം ജനം TV പുറത്തുവിട്ടതിന് പിന്നാലെയാണ് ഉത്തരവ്. ജനം ഇംപാക്ട് വിവരങ്ങളുമായി രാജീവ് ചേരുകയാണ്. രാജീവ്, വളരെ മുമ്പ് തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടതാണ്. പോലീസ് സ്റ്റേഷനുകളിലെ അല്ലെങ്കിൽ സേനയ്ക്ക് കൃത്യമായ ഒരു അംഗബലമില്ല, അല്ലെങ്കിൽ അവരുടെ ഇടയിൽ കൊഴിഞ്ഞുപോക്കും കൂട്ടവിരമിക്കലും വരുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും അല്ലെങ്കിൽ അതിലേക്ക് കൂടുതൽ ഉദ്യോഗസ്ഥരെ റിക്രൂട്ട് ചെയ്യാനുള്ള നീക്കം നടന്ന സമയത്ത് തന്നെ നമ്മൾ ഈ വാർത്ത പുറത്തുവിട്ടിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ജില്ലകളിലേക്ക് ഈ ഉദ്യോഗസ്ഥരെ മാറ്റി നിയമിക്കാൻ ഉത്തരവ് ഉണ്ടായിരിക്കുന്നത്. എന്തൊക്കെയാണ് വിശദാംശങ്ങൾ? ദേവിക, അമിത ജോലിഭാരവും മാനസിക സമ്മർദ്ദവും കാരണം പോലീസിൽ കൂട്ട സ്വയം വിരമിക്കലും അതുപോലെ തന്നെ ആത്മഹത്യകളും വർദ്ധിക്കുന്ന ഒരു സാഹചര്യമാണ് നിലനിൽക്കുന്നത്. 100-നടുത്ത ഉദ്യോഗസ്ഥരാണ് കഴിഞ്ഞ 2 വർഷമായി കൂട്ട സ്വയം വിരമിക്കൽ തിരഞ്ഞെടുത്തത്. മാത്രമല്ല, ആത്മഹത്യ ചെയ്യുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണവും നാൾക്ക് നാൾ വർദ്ധിച്ചു വരുന്ന ഒരു സാഹചര്യം പോലീസ് സേനയിൽ നിലനിൽക്കുന്നുണ്ട്. മാത്രമല്ല, 72 ഉദ്യോഗസ്ഥരാണ് നിലവിലിപ്പോൾ സ്വയം വിരമിക്കാൻ അപേക്ഷ നൽകി ഈ വർഷം കാത്തിരിക്കുന്നത്. ഇവരുടെ കാര്യത്തിൽ ഉടൻ തീരുമാനമെടുക്കണമെന്നുള്ള നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. മാത്രമല്ല, സംസ്ഥാന പോലീസ് മേധാവിയുടെ നിർദ്ദേശപ്രകാരം എല്ലാ ജില്ലാ പോലീസ് മേധാവികളും പ്രത്യേകമായ ഒരു ഉത്തരവ് തന്നെ പുറത്തിറക്കിയിട്ടുണ്ട്. പോലീസ് ഉദ്യോഗസ്ഥർക്ക് ആവശ്യമായ കൗൺസിലിംഗ് ഉൾപ്പെടെ നൽകണമെന്ന നിർദ്ദേശം സംസ്ഥാന പോലീസ് മേധാവി നൽകിയെങ്കിൽ പോലും ഈ സ്വയം വിരമിക്കുന്ന ഉദ്യോഗസ്ഥരുടെ എണ്ണം വർദ്ധിച്ചു വരികയാണ് സേനയിൽ. ഈ ഒരു സാഹചര്യം നിലനിൽക്കുന്നതിനിടെയാണ് രണ്ടാമതും IR ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള ഒരു നീക്കം സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. വീണ്ടും IR ബറ്റാലിയൻ രൂപീകരിക്കുമ്പോൾ ഈ സേനയിലെ അംഗബലം വർദ്ധിപ്പിക്കുക, അതായത് പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കണമെന്ന ആവശ്യമായിരുന്നു പ്രധാനമായും ഉദ്യോഗസ്ഥർ മുന്നോട്ട് വെച്ചിരുന്നത്. ഇതാണ് അമിത ജോലിഭാരത്തിന് ഏറ്റവും പ്രധാന കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നതും. ഈ പോലീസ് സ്റ്റേഷനുകളിൽ മതിയായ അംഗബലമില്ല. അതുകൊണ്ട് തന്നെ 24 മണിക്കൂർ മുതൽ 48 മണിക്കൂർ വരെയൊക്കെ തുടർച്ചയായി ജോലി ചെയ്യേണ്ട ഗതികേടിലായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥർ. അവധി പോലും ലഭിക്കാത്ത ഒരു സാഹചര്യം പോലീസ് സേനയിൽ നിലനിന്നിരുന്നു. ഈ ഒരു പശ്ചാത്തലത്തിൽ പോലീസ് സ്റ്റേഷനുകളിലെ അംഗബലം വർദ്ധിപ്പിക്കുകയാണ് വേണ്ടത് എന്ന് പ്രധാനമായും സേനയിൽ വിലയിരുത്തലുണ്ടായെങ്കിലും അതുമായി ബന്ധപ്പെട്ട അനുകൂലമായ നടപടികൾ സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നില്ല. മാത്രമല്ല, രണ്ടാമതും IR ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കം സംസ്ഥാന സർക്കാർ നടത്തുകയും ചെയ്തിരുന്നു. മാത്രമല്ല, ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിലെ ഉദ്യോഗസ്ഥർ കാലങ്ങളായി ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത് 14 വർഷമായി തുടരുന്ന തങ്ങളെ ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കണമെന്നായിരുന്നു. ജില്ലകളിലേക്ക് മാറ്റി നിയമിക്കേണ്ട ഉദ്യോഗസ്ഥരുടെ പട്ടിക നേരത്തെ തയ്യാറാക്കിയെങ്കിലും അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ ഇഴഞ്ഞ് നീങ്ങുന്ന ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായിരുന്നത്. മാത്രമല്ല, 10 വർഷം കഴിയുമ്പോൾ ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ നിന്നും ഇവരെ മാറ്റി നിയമിക്കാമെന്ന നേരത്തെ ഉത്തരവും സംസ്ഥാന സർക്കാർ പുറത്തിറക്കിയെങ്കിലും ഇത് പാലിക്കപ്പെട്ടിരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഉദ്യോഗസ്ഥർ ഇക്കാര്യം ആവശ്യപ്പെടുകയും തുടർന്ന് അവർ ഹൈക്കോടതി ഉൾപ്പെടെ സമീപിക്കുന്ന സാഹചര്യം ഉണ്ടായി. പക്ഷേ അവിടെയും ഇവർക്ക് അനുകൂലമായൊരു നിലപാടായിരുന്നില്ല സംസ്ഥാന സർക്കാർ സ്വീകരിച്ചിരുന്നത്. കമാൻഡോ പരിശീലനം ഉൾപ്പെടെ നൽകിയാണ് ഇവരെ IR ബറ്റാലിയനിൽ നിയമിച്ചത്. അതുകൊണ്ട് തന്നെ ഇവരെ മാറ്റി നിയമിക്കാൻ കഴിയില്ല എന്നായിരുന്നു സംസ്ഥാന സർക്കാർ ഹൈക്കോടതി ഉൾപ്പെടെ നിലപാട് സ്വീകരിച്ചിരുന്നത്. ഏതായാലും ഈ പോലീസ് സ്റ്റേഷനുകളിൽ ഉൾപ്പെടെ അംഗബലം ഇല്ലാത്തൊരു സാഹചര്യത്തിൽ വീണ്ടും IR ബറ്റാലിയൻ രൂപീകരിക്കാനുള്ള നീക്കം ജനം TV വാർത്ത നൽകിയതിന് പിന്നാലെയാണ് ഏതായാലും ഇപ്പോൾ IR ബറ്റാലിയനിൽ നിന്നും 66 ഉദ്യോഗസ്ഥരെ ജില്ലകളിലേക്ക് മാറ്റി നിയമിച്ചിരിക്കുന്നത്. IR ബറ്റാലിയനിൽ ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇക്കാര്യം ആവശ്യപ്പെട്ടതാണ്. ഏതായാലും ഇപ്പോൾ അനുകൂലമായൊരു നടപടിയിലേക്ക് നീങ്ങിയിരിക്കുന്നു എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമായ കാര്യം. ഏതായാലും 66 ഉദ്യോഗസ്ഥർ കൂടി ജില്ലകളിലേക്ക് എത്തുമ്പോൾ പോലീസ് സേനയ്ക്ക് അത് ഏതായാലും വലിയ ഉപകാരപ്രദമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല, ഈ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ടവർ വീണ്ടും IR ബറ്റാലിയനിൽ തങ്ങൾക്ക് നിയമനം നൽകണമെന്ന ആവശ്യം മുന്നോട്ട് വെക്കുന്നുണ്ട്. ഈ റാങ്ക് പട്ടിക നിലനിൽക്കുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ അവരെയും ഇതിൽ ഉൾക്കൊള്ളിക്കാൻ പറ്റും. അതായത് ആദ്യ IR ബറ്റാലിയനിൽ തന്നെ അവരെ കൂടി ഉൾക്കൊള്ളിക്കാനുള്ള സാഹചര്യം ഉണ്ടാവുകയും ചെയ്യും. ഏതായാലും 66 പേരുടെ പട്ടികയാണ് നിലവിലിപ്പോൾ ജനം TV വാർത്തയ്ക്ക് പിന്നാലെ പുറത്തിറക്കിയിരിക്കുന്നത്. ജില്ലകളിലേക്ക് മാറ്റിക്കൊണ്ടാണ് നിലവിലിപ്പോൾ പോലീസ് ഉത്തരവ് പുറത്തിറങ്ങിയിരിക്കുന്നത്. ദേവിക. രാജീവ്, നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ IR ബറ്റാലിയൻ കൂടുതൽ ശക്തിപ്പെടുത്താനായിട്ട് ഉദ്യോഗസ്ഥരെ അതിലേക്ക് നിയമിക്കുന്ന സമയത്ത് പോലീസ് സേനയിൽ അല്ലെങ്കിൽ പോലീസ് സ്റ്റേഷനുകളിൽ അംഗബലമില്ല, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ജോലി സമ്മർദ്ദം മൂലം പലരും കൊഴിഞ്ഞു പോകുന്ന അവസ്ഥ, കൂട്ട വിരമിക്കലുള്ള അവസ്ഥ, എന്തിന് കൂട്ടാത്മഹത്യകൾ പോലും പോലീസ് സേനയിൽ ഉണ്ടായിരുന്ന അല്ലെങ്കിൽ പോലീസ് സേന ഏറ്റവും കൂടുതൽ വിഷമഘട്ടത്തിൽ നിൽക്കുന്ന ഒരു സമയത്താണ് IR ബറ്റാലിയൻ കൂടുതൽ ശക്തമായി രൂപീകരിക്കാനുള്ള പ്രവർത്തനങ്ങൾ വന്നത്. അതിന് പിന്നാലെ ജനം TV വാർത്ത നൽകുന്നു. വാർത്തയ്ക്ക് പിന്നാലെ 66 ഉദ്യോഗസ്ഥരെ ഇപ്പോൾ ജില്ലകളിലേക്ക് മാറ്റാൻ നിർദ്ദേശം കൂടി വന്നിരിക്കുന്നു. ഈ 66 ഉദ്യോഗസ്ഥരെയാണ് മാറ്റുന്നതെങ്കിൽ പോലും പോലീസ് സേനയിലുള്ള ചില പ്രശ്നങ്ങൾ പരിഹരിക്കപ്പെടുന്നില്ല എങ്കിൽ പോലും കൂടുതൽ ആശ്വാസകരമായി മാറാൻ സാധ്യതയുണ്ട്. ഒരു മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി തന്നെയല്ലേ ഇത്തരത്തിലൊരു നടപടിയിലേക്ക് കടന്നിരിക്കുന്നത്? ദേവിക, ഈ പ്രശ്നങ്ങൾ പൂർണ്ണമായും ഇതുകൊണ്ട് പരിഹരിക്കാൻ കഴിയില്ല. കാരണം കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിച്ചെങ്കിൽ മാത്രമേ
ഈ പോലീസ് സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ കഴിയും. പക്ഷേ ഒരു പരിധിവരെ ഈ IR ബറ്റാലിയൻ മാത്രമല്ല മറ്റു മേഖലകളിൽ നിന്നുകൂടി ഈ രീതിയിൽ മാറ്റി പോലീസ് സ്റ്റേഷനുകളിലേക്ക് നിയമിക്കുകയാണെങ്കിൽ അത് പോലീസിന്റെ പ്രവർത്തനത്തിന് ഗുണകരമാകും എന്ന കാര്യത്തിൽ സംശയമില്ല. മാത്രമല്ല കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് ജോലി ലഭിക്കാനുള്ള ഒരു സാഹചര്യം കൂടി ഉണ്ടാകും. കാര്യം ഇന്ത്യൻ റിസർവ് ബറ്റാലിയനിൽ റാങ്ക് പട്ടിക നിലനിൽക്കുന്നുണ്ട്. അവിടേക്ക് കൂടുതൽ ഉദ്യോഗാർത്ഥികൾക്ക് പ്രവേശനം ലഭിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ കൂടുതൽ ഉദ്യോഗസ്ഥരെ നിയമിക്കാൻ കഴിയും. പോലീസ് സ്റ്റേഷനുകളിലെ പ്രശ്നങ്ങളും ഒരു പരിധിവരെ പരിഹരിക്കാൻ കഴിയും. 7000-ഓളം ഒഴിവുകളാണ് ഈ പോലീസ് സ്റ്റേഷനുകളിൽ നിലനിൽക്കുന്നത്. അത് നികത്തണമെന്ന ആവശ്യം പോലീസ് സേനയിൽ പല ഘട്ടങ്ങളായി ഉയർന്നു വന്നതാണ്. പക്ഷേ ആ സമയത്തൊക്കെ അത് പരിഹരിക്കാൻ സംസ്ഥാന സർക്കാർ തയ്യാറായിരുന്നില്ല. ധനവകുപ്പാണ് പ്രധാനമായും ഇതിന് എതിര് നിന്നിരുന്നത്. പോലീസ് സ്റ്റേഷനിലെ അംഗബലം വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്ന് ധനവകുപ്പ് വ്യക്തമാക്കിയിരുന്നു. ഏതായാലും സമാനതകളില്ലാത്തൊരു സാഹചര്യത്തിൽ കൂടി പോലീസ് സേന കടന്നു പോകുന്നു എന്നതിൽ സംശയമില്ല. കാരണം സമീപകാലത്തൊന്നും ഇല്ലാത്ത രീതിയിലാണ് കൂട്ട സ്വയം വിരമിക്കലും അതുപോലെ തന്നെ ആത്മഹത്യകളും പോലീസിൽ വർദ്ധിച്ചു വന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ സൂചിപ്പിച്ചതുപോലെ 72 ഉദ്യോഗസ്ഥർ ഈ വർഷം മാത്രം അപേക്ഷ നൽകി കാത്തിരിക്കുകയാണ് സ്വയം വിരമിക്കുന്നതിന്. മാത്രമല്ല ഈ പുതുതായി ജോലിയിൽ കയറുന്നവർ പോലും പോലീസ് സേനയോട് വിട പറയുന്ന ഒരു സാഹചര്യം നിലനിൽക്കുന്നുണ്ട്. മറ്റ് വകുപ്പുകളിലേക്കൊക്കെയാണ് ഇവർ മാറുന്നത്. അതും SI പദവികളിലേക്കൊക്കെ എത്തിയതിനു ശേഷം മറ്റു വകുപ്പുകളിലേക്ക് മാറുന്ന സാഹചര്യം പോലും പോലീസ് സേനയിൽ വർദ്ധിച്ചു വരികയാണ്. അത് നമ്മൾ പലതവണ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. ഈ ഒരു പശ്ചാത്തലത്തിലാണ് ഈ വിഷയത്തിൽ എന്തായാലും ഇപ്പോൾ ഇങ്ങനെ ഒരു ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. വീണ്ടും IR ബറ്റാലിയൻ രൂപീകരിക്കുന്നതിന് നമ്മൾ എതിരല്ല. കാരണം ഉദ്യോഗാർത്ഥികൾക്ക് അതുകൊണ്ട് ജോലി ലഭിക്കുമെങ്കിൽ അത്തരം സാഹചര്യം ഒരുക്കണം. പക്ഷേ സേനയിൽ ഉയരുന്ന പൊതുവികാരം കൂടി കണ്ടില്ലെന്ന് നടിച്ചാൽ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല. പോലീസിൽ ജോലിഭാരം ഇങ്ങനെ വർദ്ധിച്ചു വരികയും രാഷ്ട്രീയ ഇടപെടൽ ഉൾപ്പെടെ ഉണ്ടാവുകയും അമിതമായ ജോലിഭാരം മാനസിക സമ്മർദ്ദമൊക്കെ വർദ്ധിക്കുകയും ചെയ്യുമ്പോൾ അത് തീർച്ചയായും പോലീസ് ഉദ്യോഗസ്ഥരെ സേനയോട് വിട പറയാൻ പ്രേരിപ്പിക്കുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. സംസ്ഥാനത്ത് ക്രമസമാധാന ചുമതല ഉൾപ്പെടെ ഉറപ്പാക്കേണ്ടതാണ് ഈ പോലീസ് സ്റ്റേഷനുകളിലെ ഉദ്യോഗസ്ഥർ. അവർക്കാണ് ഈ രീതിയിൽ അമിത ജോലിഭാരം പ്രധാനമായും തിരിച്ചടിയാകുന്നത്. ഈ ഒരു പശ്ചാത്തലത്തിൽ കൂടിയാണ് ജനൻ TV ഇതുമായി ബന്ധപ്പെട്ട വാർത്തകൾ തുടർച്ചയായി നൽകിക്കൊണ്ടിരുന്നത്. അതായത് പോലീസിലെ ജോലിഭാരവും അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദവും കാരണം കൂട്ട സ്വയം വിരമിക്കൽ വർദ്ധിക്കുന്നു, ആത്മഹത്യകൾ വർദ്ധിക്കുന്നു എന്ന വാർത്ത ജനൻ TV ആണ് ആദ്യം പുറത്തുവിടുന്നത്. ഇതിനുശേഷം തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട കണക്കുകൾ നമ്മൾ നൽകുകയും ചെയ്തിരുന്നു. മാത്രമല്ല ഇതിനുശേഷവും കൃത്യമായൊരു നടപടി പോലീസിലെ ഉന്നതരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല, സംസ്ഥാന സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നില്ല എന്ന വിവരവും ജനൻ TV ആണ് പുറത്തുവിട്ടത്. അതിന്റെ ഭാഗമായി തന്നെയാണ് തുടർച്ചയായി ഇത്തരം വാർത്തകൾ നമുക്ക് നൽകേണ്ടി വരുന്നതും. ദേവിക.